പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് 3-4 റോസിൻ്റെ സ്റ്റെം ഒരു പോട്ടിൽ നട്ട് ഇത് വളർന്ന് വന്നിട്ട് ഇതിനെല്ലാം മാറ്റിയിടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എല്ലാം കൂടി ഒറ്റ ഒരു പോട്ടിൽ നിന്ന് ഒരു ചെറിയ പോട്ടിൽ. അപ്പോൾ ചെടി നന്നായിട്ട് വളർന്നു. ഇത് 3-5 പ്ലാന്റ് ഉണ്ട് ഇതിൽ തന്നെ. ഇതിങ്ങനെ ഉണ്ടായതിന് കാരണം നമുക്കിങ്ങനെ നമ്മൾ എവിടുന്നേലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്ലാന്റൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ട് വേര് പിടിച്ച് കിട്ടാനായിട്ട് വേഗം തന്നെ ഒരു പോട്ടിലേക്ക് എടുത്ത് വേഗം നട്ടു വയ്ക്കും. ചിലത് പിടിച്ചൊക്കെ കിട്ടും, ചിലത് പിടിക്കത്തുമില്ല. എന്നാൽ ഞാൻ ഈ നട്ടു വെച്ചതെല്ലാം തന്നെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് നന്നായിട്ട് വളർന്ന് വലിയ ചെടിയായി. ഇപ്പോൾ അത് ആ ഒരു ചെറിയ പോട്ടിൽ ഇത്രയും ചെടികളെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ വേണ്ട രീതിയിൽ ഒന്നും ഫ്ലവർ ചെയ്യില്ല. അപ്പോൾ ഞാനത് ഇതിൽ നിന്ന് ഇങ്ങനെ കമഴ്ത്തി പിടിച്ച് തട്ടിയപ്പോൾ ഊരി വന്നു. അത് വേരുകൾക്കൊന്നും ഡാമേജ് വരാതെ ഒരു ചാക്കിൻ്റെ ഒരു മേലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പൈപ്പ് കൊണ്ട് നനച്ച് അതിൻ്റെ വേരിന് ക്ഷതമേൽക്കാതെ മണ്ണ് മാറ്റുകയാണ്. കാരണം നമ്മളിതിനകത്തുനിന്ന് മണ്ണ് കൈകൾ കൊണ്ട് നമ്മളിങ്ങനെ തട്ടിയൊക്കെ മാറ്റി കഴിഞ്ഞ് അതിൻ്റെ വേരിൽ ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ രീതിയിൽ ഇതിൻ്റെ മണ്ണ് മാറ്റിക്കളയുന്നത്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ ഇതുപോലെ ചെടികളെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് 2 ഉണ്ട്. അത് രണ്ടും ഒരേ വെറൈറ്റി തന്നെ ആയതുകൊണ്ട് ഒന്നിച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വേർപെട്ടെടുത്ത് ഇത് കണ്ടോ, അത് കഴിഞ്ഞ് വെള്ളത്തിൽ ഇതിനകത്തൊക്കെ കൊണ്ട് വെച്ച് പതിയെ ഇങ്ങനെയൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതിലൊന്നൊരു ഓറഞ്ച് ഓർക്കിഡ് റോസാണ് കേട്ടോ, നല്ല ചെറിയ ഫ്ലവർ തരുന്നത്. അതിന് ശേഷം ഞാനതിനെ സാഫ് എടുത്തിട്ട് ഫംഗിസൈഡ് അതിൽ കലക്കി കുറച്ച് നേരം വെച്ചു കേട്ടോ. കാരണം നമ്മൾ മഴയൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ മഴയുണ്ട് നടുന്ന സമയത്ത്. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ നടുമ്പം വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതിനെ നട്ടു വയ്ക്കാൻ. ഡാമേജ് വരാൻ പാടില്ല വേരുകൾക്കൊന്നും. കുറച്ച് നേരം സാഫിലൊക്കെ മുക്കി വെച്ചു. നല്ല ഓറഞ്ച് ഷെയ്ഡിൽ ഒരു നല്ല ഫ്ലവറാണ്, ചെറിയ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റോസ് ഓൺലൈനിൽ യൂട്യൂബിൽ നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ അതിൽ ഓറഞ്ച് ഓർക്കിഡ് റോസ് എന്നാണ് പറഞ്ഞത്. ഒരുപാട് വേരുകളുണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഒരു ചെറിയ കമ്പ് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡ് റോസൊക്കെ പോയാൽ നമുക്ക് വലിയ സങ്കടമാവും. അതുകൊണ്ട് തന്നെ ഞാൻ അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട രീതിയിൽ അതിന് വളരാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ മാറ്റിയത്. അതിന് ശേഷം ഞാൻ നന്നായിട്ട് തന്നെ സ്പ്രേയറിൽ സാഫ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അത് സാഫ് കലക്കിയ വെള്ളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചു, ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നട്ടത് കേട്ടോ. അപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മണ്ണെടുക്കുമ്പോൾ മണൽ കൂടിയ മണ്ണാണ് എടുക്കേണ്ടത്, വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ. പോട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല ഹോൾസ് ഉണ്ടാവണം, ഡ്രെയിനേജ് വഴി വെള്ളം നന്നായിട്ട് തന്നെ പുറത്തേക്ക് പോകണം. അതുപോലെ തന്നെ നീർവാർച്ചയുള്ള മണ്ണായിരിക്കാനും ശ്രദ്ധിക്കണം. മണ്ണിനകത്തേക്ക് നമ്മൾ സാധാരണ മണലും ചാണകപ്പൊടിയും സാഫും മണലും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. കാരണം മണൽ കൂടിയ മണ്ണാണ്. നമ്മളിങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നിടത്തുനിന്ന് അങ്ങനെയുള്ള മണ്ണ് എടുത്ത് വെച്ചാൽ മണൽ മണ്ണ് തന്നെയാണ്. അത് നേരത്തെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഒരുപാട് കുഴഞ്ഞിരിക്കാത്ത ഒരവസ്ഥയിലുള്ള മണ്ണായിരിക്കണം. എല്ലാം നട്ട് വെച്ചതിന് ശേഷം സാഫ് മുക്കി വെച്ചിരുന്ന ആ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത്രയും വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ വേരുകളുള്ള ഈ പ്ലാന്റ് നമ്മൾ ചെറിയ പോട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അതിന് വേണ്ട വളർച്ച കിട്ടത്തില്ല. ഇപ്പോൾ ഒരു പ്ലാന്റ് ആയിട്ട് ഒന്നിച്ച് നിന്നത് ഇപ്പോൾ 3 പോട്ടിലേക്കാക്കി ഞാൻ നട്ടു. ഒരേ റോസ് തന്നെ 2 ഉണ്ടായിരുന്നു. ഒരു സ്നോ റോസ്, ഒരു നാടൻ ഡബിൾ പെറ്റൽസ് റോസാണിത്. മറ്റുള്ളത് ഒന്ന് ഓറഞ്ച് റോസും. കണ്ടോ, മണ്ണിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മണ്ണങ്ങനെ കുഴയാത്ത രീതിയിലുള്ളൊരു മണൽ കൂടിയ മണ്ണാണ്. ഇങ്ങനത്തെ മണ്ണിൽ മാത്രമേ മഴക്കാലത്ത് നമ്മൾ നട്ട് കഴിഞ്ഞ് പിടിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിടിക്കാൻ പാടാണ്. അങ്ങനെ 3 ഇതേപോലെ നട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സാഫ് നന്നായിട്ട് തന്നെ വേരുകളിലൊക്കെ തേച്ച് കൊടുക്കുക.
ശേഷം മഴയത്ത് വയ്ക്കാതെ നമ്മൾ ഷെയ്ഡിലേക്ക് വെക്കുക. അതായത് പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ, മഴവെള്ളം വീഴാത്തടുത്ത് നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് തന്നെ. പിന്നെ വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കേണ്ടതില്ല, പിടിച്ച് കിട്ടുന്നിടം വരെ. നല്ല മഴയുള്ള സമയമായതുകൊണ്ടാണ് വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ പ്ലാന്റിൽ വന്ന മാറ്റമാണ് കേട്ടോ. മൂന്നാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ഇലയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് വേറെ പുതിയ മുളകൾ വന്നതാണ്. ഏതായാലും ഓറഞ്ച് ഓർക്കിഡ് റോസ് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടി. ഇതും സ്നോ റോസാണ്. എല്ലാ റോസും തന്നെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.